മനുഷ്യവർഗത്തെ ഞാൻ ആദരിച്ചിരിക്കുകയാണ്. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹ്ർ, കടലിലും കരയിലുമെല്ലാം സഞ്ചരിക്കാൻ ആവശ്യമായ അനുകൂല സാഹചര്യങ്ങൾ നാം അവന് ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, വിശിഷ്ടമായ ജീവിത വിഭവങ്ങളെല്ലാം അവന് നാം സംവിധാനിച്ചു കൊടുത്തിരിക്കുകയും വഫല്ലൽനാ അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല, ഞാൻ സൃഷ്ടിച്ച അനേകം സൃഷ്ടിജാലങ്ങളിലെല്ലാം വളരെ മഹത്വമുള്ളവനുമാണ് മനുഷ്യ വിഭാഗമെന്ന് അല്ലാഹു തആല പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായ ആദരവ് നൽകിയ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. ആദരവിൻ്റെ ഭാഗമായി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും പറയുന്നുണ്ട്, അള്ളാഹു നൽകിയ മഹത്വത്തെ സംബന്ധിച്ചും പറയുന്നുണ്ട്. ലോകത്ത് അനേകം വിഭവങ്ങളെ ഉപയോഗിക്കാനുള്ള കഴിവ് മനുഷ്യനാണ് അല്ലാഹു തആല കൊടുത്തത്. യഥേഷ്ടം കടലും കരയും വായുവും എല്ലാം ഉപയോഗപ്പെടുത്തി യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളും അല്ലാഹു ഏർപ്പാട് ചെയ്തു കൊടുത്തത് മനുഷ്യനാണ്. നമുക്കറിയുന്നത് പോലെ വേറൊരു ജീവജാലവും വസ്ത്രം ധരിക്കാറില്ല. മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നൊരു ജീവിയാണ്. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, ഭൂമിയിലെ ഗുണകരമായ വിഭവങ്ങളെയെല്ലാം മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ പാകത്തിന് അല്ലാഹു തആല ഏർപ്പാടാക്കി കൊടുത്തിരിക്കുന്നു. സാധാരണ നിലയിൽ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ എന്താണോ അത് അങ്ങനെ തന്നെ ആഹാരമായി ഉപയോഗിക്കുക, അതാണ് മനുഷ്യേതര ജീവികളെല്ലാം ചെയ്യുന്നത്. പക്ഷെ മനുഷ്യൻ ആ വസ്തുക്കളെ കൂടുതൽ രുചികരമാക്കി മാറ്റാനും അതിനെ കൂടുതൽ നല്ല നിലയിൽ ഫലപ്രദമായി ഉപയോഗിക്കാനും, പ്രകൃതിയിലുള്ള വിഭവങ്ങളെ, ആഹാര വിഭവങ്ങളെ തന്നെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനും അത് കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാനും എല്ലാം കഴിയുന്ന തരത്തിൽ അല്ലാഹു തആല ഭൂമിയിലെ വിഭവങ്ങളെ മനുഷ്യന് സൗകര്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭൂവാസകലം സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൗകര്യങ്ങളും അല്ലാഹു തആല മനുഷ്യന് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത്, അധിക സൃഷ്ടികളെക്കാളും ഞാൻ മനുഷ്യനും മഹത്വവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരു സാധാരണ സൃഷ്ടിയല്ല. നമ്മൾ ആരും ഒരു സാധാരണ സൃഷ്ടിയല്ല, സവിശേഷതയുള്ള സൃഷ്ടിയാണ്. വെറുമൊരു ജന്തുവായിട്ട്, വെറുമൊരു ജീവിവർഗമായിട്ട് മനുഷ്യനെ കണ്ടാൽ പോരാ. സവിശേഷതയുള്ള ഒരു ജീവിവർഗമായി തന്നെ മനുഷ്യനെ കാണണം എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഈ ആയത്തിൽ നിന്ന്. ഇസ്ലാമികമായ നിയമങ്ങൾ എല്ലാം ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെ ഉള്ളതാണ്. മനുഷ്യവർഗത്തെ സംബന്ധിച്ച് ലോകത്തുള്ളതെല്ലാം അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. ഈ കാണുന്നതെല്ലാം അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. നമ്മളെ കാണാത്ത അനേക സൃഷ്ടിജാലങ്ങൾ വേറെയും കൊണ്ട്, കാണുന്നതിനേക്കാൾ എത്രയോ മടങ്ങാണ് നമ്മൾ കാണാത്ത സൃഷ്ടികളുള്ളത്. ഇതിനെല്ലാം അള്ളാഹു സൃഷ്ടിച്ചതാണ്. പക്ഷെ മനുഷ്യവർഗത്തെ സംബന്ധിച്ച്, അവരുടെ സൃഷ്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹു തആല പറഞ്ഞത്, ഞാൻ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ എന്ന് പറഞ്ഞു. ഞാൻ സൃഷ്ടിച്ചു. ലോകത്തുള്ള മറ്റ് ജീവജാലങ്ങൾ അല്ലാഹ് അല്ലാത്ത വേറെ ആരോ സൃഷ്ടിച്ചുകൊണ്ടല്ല. ഇബ്ലീസിനോട് അല്ലാഹു തആല ചോദിക്കുന്നത് അങ്ങനെയാണ്, ലിമ ഖലഖ്തു ബിയദയ്യ, എന്താണ് നിന്നോട് ഞാൻ സൃഷ്ടിച്ച എൻ്റെ സവിശേഷ സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നീ എന്തുകൊണ്ട് മടിച്ചു എന്ന് അല്ലാഹു തആല ഇബ്ലീസിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേക സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് അവിടെയും അല്ലാഹു തആല വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് അല്ലാഹു തആല പറയുന്നത്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, മനുഷ്യനെ അറിവ് പഠിപ്പിച്ചത് ഞാനാണ്. മനുഷ്യവർഗത്തിന് അറിവ് പഠിപ്പിച്ചതും ഞാനാണ്, മനുഷ്യനെ സൃഷ്ടിച്ചതും ഞാനാണ്. ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അറിവ് പഠിപ്പിച്ച അല്ലാഹുവാണ്. അറിവുള്ള എല്ലാത്തിനും അല്ലാഹുവാണ് അറിവ് പഠിപ്പിച്ചത്. സൃഷ്ടിച്ചതിന് മുഴുവൻ അല്ലാഹുവാണ് സൃഷ്ടിച്ചത്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലാഹു തആല അത് പ്രത്യേകമായി എടുത്തു പറയുന്നത്, ഞാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ഞാനാണ് മനുഷ്യനെ അറിവ് പഠിപ്പിച്ചത്, ഞാനാണ് മനുഷ്യന് തിരിച്ചറിവ് കൊടുത്തത്, ഞാനാണ് മനുഷ്യന്
ലോകത്ത് ആവശ്യമായതെല്ലാം നൽകിയത്, എല്ലാ ജീവിക്കും ആവശ്യമായതെല്ലാം നൽകിയത് അള്ളാഹുവാണെങ്കിൽ സവിശേഷമായി മനുഷ്യ സൃഷ്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ മാത്രം അള്ളാഹു തല ഈ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു തല മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ലോകത്തിലുള്ള സകലതിനെയും ഞാൻ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ലോകത്തിലുള്ള സകല ചരാചരങ്ങളെയും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലാണ് ഞാൻ സംവിധാനിച്ചിട്ടുള്ളത് എന്ന്. സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, നിങ്ങൾക്ക് വേണ്ടിയാണ്. ആകാശത്തുള്ളതെല്ലാം നിങ്ങൾക്കാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ്, നിങ്ങൾക്ക് സമയം അറിയാൻ പറ്റുന്ന രീതിയിലാണ് സൂര്യചന്ദ്രാദികൾ സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് ദിവസം അറിയാം, മണിക്കൂറുകൾ അറിയാം, സെക്കൻഡുകൾ അറിയാം, വർഷങ്ങളറിയാം. കാലഗണന കൃത്യമായി സാധിക്കുന്ന രീതിയിൽ, സമയം കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയുന്ന തരത്തിൽ ഇങ്ങനെ മനുഷ്യ ജീവിതത്തെ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ, നേർക്ക് നേരെയോ അല്ലെങ്കിൽ അല്ലാതെയോ മനുഷ്യ ജീവിതത്തെ ഏതെല്ലാം തരത്തിൽ ഇക്കാണുന്ന പ്രപഞ്ചത്തിലെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുന്നുണ്ടോ അതിനെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശത്തിലുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതിനെ കൃത്യമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ ലോക ജീവിതം വളരെയേറെ സുഗമമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇങ്ങനെ പല സ്ഥലങ്ങളിലും അല്ലാഹു തആല മനുഷ്യ വിഭാഗം ഒരു സവിശേഷ സൃഷ്ടിയാണെന്ന് പറയുന്നു. ആ മനുഷ്യരെ കുറിച്ച് അല്ലാഹു തആല പറയുന്നു, ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. മനുഷ്യനെ ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചിട്ട് ഞാൻ ഈ ഭൂമിയുടെ കൈകാര്യം ഏൽപ്പിച്ചു. മനുഷ്യനാണ് ഈ ഭൂമിയിൽ കൈകാര്യം ചെയ്യുന്നത്. ജന്തുജാലങ്ങളെ വളർത്തുന്നത് മനുഷ്യനാണ്. ജന്തുജാലങ്ങൾ ആരും മനുഷ്യനെ വളർത്താറില്ല. ലോകത്ത് സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യനാണ്. നിയമങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യനാണ്. നിയമങ്ങൾ നടപ്പിലാക്കുന്ന മനുഷ്യനാണ്. നിയമങ്ങളുടെ സാധുത വിശദീകരിക്കുന്ന മനുഷ്യനാണ്. ഇങ്ങനെ ഒരു സമൂഹം എന്ന നിലയിൽ ആ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഏതെല്ലാം തരത്തിലുള്ള സംവിധാനങ്ങൾ ആവശ്യമാണോ ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്, സംവിധാനങ്ങൾ ഒന്നാമതായി നിർമ്മിച്ച സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത്, ആ സംവിധാനം സമൂഹത്തിൽ പ്രാവർത്തികമാക്കുന്നത്, നടപ്പിലാക്കുന്നത്, അതിലൂടെ എല്ലാം ലോകത്തിൻ്റെ ഈ ക്രമത്തിൽ ഇടപെടാനുള്ള ഒരു കഴിവ് അല്ലാഹു തആല മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ഈ നിലയിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രത്യേകത നൽകിയൊരു സൃഷ്ടി. ആ സൃഷ്ടിക്ക് അല്ലാഹു തആല കുറേ നിയമങ്ങളും കൊടുത്തു. ആ സൃഷ്ടിയോട് അല്ലാഹു തആല പറഞ്ഞു, സ്വന്തം ശരീരത്തിൻ്റെ ജീവൻ പോലും എടുക്കാൻ അനുവാദമില്ല. സ്വന്തം ശരീരത്തിൽ ആത്മഹത്യ ചെയ്യാൻ അനുവാദമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കടുത്ത ഭാഷയിൽ പറഞ്ഞു, ഒരാൾക്കും സ്വന്തം ജീവൻ അപഹരിക്കാൻ അനുവാദമില്ല, മറ്റുള്ളവന്റെ ജീവൻ അപഹരിക്കാനും അനുവാദമില്ല. ലോകത്ത് സമാധാനം നിങ്ങളുടെ കൈകളിലൂടെയാണ് ഉണ്ടാകേണ്ടത്. ശാന്തി നിങ്ങളുടെ കൈകളിലൂടെയാണ് ഉണ്ടാകേണ്ടത്. മനുഷ്യൻ എന്ന സവിശേഷ സൃഷ്ടിക്ക് വേണ്ടുന്ന ആദരവും അംഗീകാരവും ബുദ്ധിയും യോഗ്യതയും കഴിവും പക്വതയും പാകതയും ഞാൻ നൽകിയിരിക്കുന്നു. ഇനി നിങ്ങളത് സ്വയം തിരിച്ചറിയുകയും നിങ്ങൾ പരസ്പരം അത് അന്യന് അപരന് കൊടുത്തുകൊണ്ട് ഈ ലോക ജീവിതം സന്തോഷകരമായി മുമ്പോട്ട് കൊണ്ടുപോവുകയും വേണം. അതിനാവശ്യമായ അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും മറ്റുള്ളവരുടെ ജീവൻ അപഹരിക്കാൻ അനുവാദമില്ല, ആരും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ അനുവാദമില്ല, ആരും മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ അനുവാദമില്ല, ആർക്കും മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കാൻ അനുവാദമില്ല, ആർക്കും മറ്റൊരാളെ ഒരു കാര്യത്തിലും ഒരു നിലയിലും അസ്വസ്ഥപ്പെടുത്താൻ അനുവാദമില്ല. എന്ന് മാത്രമല്ല, സ്വന്തത്തെ പോലും, സ്വന്തം എൻ്റെ ശരീരം എൻ്റെതാണ്, എൻ്റെ ആത്മാവ് എൻ്റെതാണ്, എന്നാൽ എൻ്റെ ശരീരത്തിന് ഞാൻ സ്വയം മുറിപ്പെടുത്താം അനുവാദമില്ല. എൻ്റെ ആത്മാവിനെ ഞാൻ സ്വയം നഷ്ടപ്പെടുത്താം അല്ലെങ്കിൽ ഇല്ലാതാക്കാം അനുവാദമില്ല. അപ്പം മനുഷ്യന് കൃത്യമായ തിരിച്ചറിവ്, ബോധ്യം, പ്രത്യേകമായ കഴിവ്, അതിനോടൊപ്പം ജീവിതത്തിൽ നിർബന്ധമായി പാലിച്ചു പോകേണ്ടുന്ന അനേകം നിയമങ്ങൾ, ഒരുപാട് നിയമങ്ങൾ പറഞ്ഞാൽ ധാരാളമായി നമുക്ക് പറയേണ്ടതായിട്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് എന്തെല്ലാം ആവശ്യമായതാണോ അതെല്ലാം വളരെ കൃത്യമായി വ്യക്തമായി വിശദീകരിച്ചു. ഇങ്ങനെ മനുഷ്യ സമൂഹം പ്രത്യേകതയുള്ള ഒരു സമൂഹമാണ്. മനുഷ്യന് വിലയുണ്ട്, ഈ ശരീരത്തിന് വിലയുണ്ട്, ഈ ആത്മാവിന് വിലയുണ്ട്. അത് നാമായിട്ട് നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കണം. അതാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇന്ന് പുതിയ തലമുറ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ
മനുഷ്യൻ വെറും ഒരു ജന്തു മാത്രമാണ്. സാധാരണ ഒരു ജന്തുവിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യന് പ്രത്യേകതകളൊന്നുമില്ല. ഒരുപാട് ജീവജാലങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നില്ലേ? ആ ജീവജാലങ്ങൾ എങ്ങനെ നിയമം അനുസരിക്കുന്നു? ആ ജീവജാലങ്ങൾക്ക് ഒരു നിയമവും വേണ്ടല്ലോ. ധാരാളം ജീവജാലങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ ഇതെല്ലാം ലോകത്ത് ജീവിക്കാൻ. ഇതിനൊന്നും നിയമങ്ങളില്ല. ഇതിനൊന്നുമില്ലാത്ത നിയമം എന്തിനാണ് മനുഷ്യന് മാത്രം? എന്തിനാണ് ആത്മീയമായ പാഠങ്ങൾ? എന്തിനാണ് ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ? പക്ഷികൾ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ പഠിച്ചത് ഏതൊരു പ്രവാചകനും പഠിപ്പിച്ചിട്ടല്ല. പക്ഷികൾ ജീവിതം പഠിച്ചത് അവന് ആ ഒരു സൃഷ്ടി എന്ന നിലയിൽ, ഒരു ജന്തുവർഗം എന്ന നിലയിൽ അതിന് സ്വാഭാവികമായി കിട്ടിയ ആ കഴിവ് വെച്ച് അവ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ മനുഷ്യവർഗത്തിനും സ്വാഭാവികമായ കഴിവ് വെച്ച് അവന് ജീവിക്കാൻ കഴിയുന്നുണ്ട്. അവിടെ ഒരു പ്രവാചകന്റെ, ഒരു ധാർമ്മിക നിയമത്തിൻ്റെ ആവശ്യമേ ഇല്ല. സ്വമേധയാ മനുഷ്യൻ ഇതെല്ലാം സാധിക്കുമെന്ന്. പക്ഷെ ഒരു മാസക്കാലമായി നമ്മൾ ഈ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യന് പ്രത്യേകമായ വില ഉണ്ട് എന്ന് തന്നെ സമൂഹം അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ഒരു സാധാരണ സൃഷ്ടിയല്ല, സവിശേഷ സൃഷ്ടിയാണ്. കർണാടകയിലൊരു സഹോദരൻ ഒരു ലോറി അടക്കം കാണാതെയായി. വേറെ ഏതെങ്കിലും ഒരു ജീവിയായിരുന്നെങ്കിൽ സങ്കല്പിക്കും. ജീവിയായിരുന്നെങ്കിൽ ആ മനുഷ്യന് വേണ്ടി ഒരു അന്വേഷണം നടക്കില്ല, ആ ജീവിക്ക് വേണ്ടി ഒരു അന്വേഷണം നടക്കില്ല. പക്ഷെ ഇതൊരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ഭൗതിക ശരീരമെങ്കിലും കിട്ടണം. ആ മനുഷ്യന്റെ ആത്മാവ് നഷ്ടപ്പെട്ട വെറുമൊരു ഭൗതിക ശരീരമെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞ് എത്ര മനുഷ്യന്റെ അധ്വാനമാണ് നടന്നത്, എത്ര കോടികളുടെ സമ്പത്താണ് ചെലവഴിച്ചത്, എത്ര നാളാണ് മനുഷ്യന്റെ ശ്രദ്ധ ഒന്നടങ്കം ആ ഒരു പോയിന്റിൽ മാത്രം കേന്ദ്രീകരിച്ചത്. എന്തുകൊണ്ട്? മനുഷ്യൻ സാധാരണ സൃഷ്ടിയല്ല. മനുഷ്യന്റെ ജഡത്തിനു പോലും പ്രത്യേകതയുണ്ട്. മനുഷ്യൻ ജീവിക്കുന്ന അവൻ്റെ കുടുംബത്തിന്, അവൻ ജീവിക്കുന്ന സാമൂഹികമായ പരിസരത്ത് അവൻ്റേതായ സ്ഥാനവും അവൻ്റേതായ വിലയുമുണ്ട്. അത് നൽകിയേ പറ്റൂ. ആ നഷ്ടപ്പെട്ട, കാണാതായ വ്യക്തിയുടെ വിഷയത്തിൽ വേണ്ടതുപോലുള്ള ഇടപെടലുകൾ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഇവിടെ ധാരാളം ചർച്ചകൾ നടന്നു, പലതരത്തിലുള്ള ചർച്ചകൾ. എന്തുമായിട്ട് ആ വശത്തിലേക്ക് നമ്മൾ പോകണ്ട. പക്ഷേ ആ സംഭവം പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. മനുഷ്യൻ ഒരു സാധാരണയല്ല, മറ്റു ജീവജാലങ്ങളിൽ നിന്നും സവിശേഷതയാണ്. ഇപ്പോൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? മനുഷ്യ ശരീരത്തിൻ്റെ അംശങ്ങളെങ്കിലും കിട്ടുമോ? മരണപ്പെട്ടുപോയ മനുഷ്യൻ്റെ ശരീരഭാഗങ്ങളെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുക. കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ DNA എടുക്കാനുള്ള സംവിധാനം ചെയ്യും. എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ അതൊരു സാധാരണ സൃഷ്ടിയെ അല്ല. മനുഷ്യൻ വലക്കത് കറംനാ ബനി ആദം. വിശുദ്ധ ഖുർആന്റെ ഈ വചനത്തെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതിനെ അംഗീകരിക്കുന്നവരും അല്ലാത്തവരും മനസ്സുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഈ ഖുർആന്റെ വചനം തന്നെയാണ്. ഈ ഖുർആന്റെ വചനത്തിലേക്ക് മനുഷ്യവംശം ഒന്നടങ്കം എത്തിയിരിക്കുകയാണ്. വലക്കത് കറംനാ ബനി ആദം. മനുഷ്യനൊരു സാധാരണ സൃഷ്ടിയല്ല. ഞാൻ മനുഷ്യനൊരു അംഗീകാരം കൊടുത്തിട്ടുണ്ട്, ഞാൻ മനുഷ്യനൊരു ആദരവ് കൊടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ആദരവിൻ്റെ ചിത്രങ്ങളാണ് നമ്മൾ പല മാർഗത്തിലൂടെ, പല രീതിയിലൂടെ ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം 5 അടിസ്ഥാനപരമായ കാര്യങ്ങൾ ലോകത്തിന് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരുമായി ബന്ധപ്പെട്ട 5 അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഈ 5 കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് ദീനുൽ ഇസ്ലാമിൻ്റെ കൃത്യമായ കാഴ്ചപ്പാട്. ഇസ്ലാമിക നിയമങ്ങൾ ഏതൊരു തത്വത്തിലാണ് നിലകൊള്ളുന്നതെന്ന് ചോദിച്ചാൽ ഈ 5 തത്വങ്ങളിലാണ് ഇസ്ലാമിക ശരീഅത്ത് നിലകൊള്ളുന്നത്. അഥവാ ഇസ്ലാമിക നിയമങ്ങളുടെ ആകത്തുക ഈ 5 തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അഥവാ മനുഷ്യ വർഗത്തെ കേന്ദ്രീകരിക്കുന്ന 5 അടിസ്ഥാന ആവശ്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇസ്ലാമിക നിയമങ്ങൾ നിലകൊള്ളുന്നത്.
ഒന്നാമതായി മനുഷ്യന്റെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം. അത് അവനവന്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യമനുസരിച്ച് ജീവിക്കാൻ മനുഷ്യന് ലോകത്ത് അവകാശം. അത് നഷ്ടപ്പെടാതിരിക്കാൻ എന്തെല്ലാമാണോ വേണ്ടത് അതാണ് ഇസ്ലാമികമായ നിയമത്തിൻ്റെ അടിത്തറ. അത് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണകൂടവും സംവിധാനവും ഇടപെടേണ്ടുന്ന ഒരു സന്ദർഭമാണത്. മനുഷ്യൻ്റെ വിശ്വാസം, അതിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, അത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, അത് സംരക്ഷിക്കപ്പെടാൻ ആവശ്യമായ നിയമങ്ങൾ ഇസ്ലാമിക നിയമത്തിൻ്റെ അടിത്തറയാണ്. രണ്ടാമതായി മനുഷ്യൻ്റെ ശരീരം സംരക്ഷിക്കണം. ശരീരത്തിന് പരിക്കുകൾ ഉണ്ടാകാൻ പാടില്ല, അപകടങ്ങൾ ഉണ്ടാകാൻ പാടില്ല, മരണം ഉണ്ടാകാൻ പാടില്ല, മരണം സംഭവിക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാളുടെ ശരീരത്തിന് ഒരു പരിക്കും ഉണ്ടാകാൻ പാടില്ല, അവൻ്റെ ശരീരത്തിനും ഉണ്ടാകാൻ പാടില്ല. സ്വന്തം ശരീരത്തിനും സ്വന്തം ജീവനും ഒരു തരത്തിലുള്ള അപകടവും ഉണ്ടാകാത്ത രീതിയിലാകണം ഈ ലോകത്ത് ഓരോ മനുഷ്യനും ജീവിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും മറ്റുള്ളവരുടെ ശരീരത്തിനും ഒരു തരത്തിലുള്ള അപകടവും ഉണ്ടാകാത്ത രീതിയിലായിരിക്കണം ഈ ലോകത്ത് എല്ലാ മനുഷ്യരും ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് ഈ തത്വങ്ങളിലാണ്. മൂന്നാമതായി മനുഷ്യൻ്റെ സമ്പത്ത് സംരക്ഷിക്കണം. എനിക്ക് എൻ്റെ സ്വത്താണെന്ന് പറഞ്ഞിട്ട് പാഴാക്കി കളയാൻ അനുവാദമില്ല. എത്ര കൃത്യമാണ് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം, എക്കാലവും പ്രസക്തമാണ്. എക്കാലഘട്ടത്തിലും മനുഷ്യവർഗമുള്ളിടത്തോളം കാലം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, എൻ്റെതാണിത്, അതുകൊണ്ട് എൻ്റെ സൗകര്യം പോലെ ചെലവാക്കാം. ഇസ്ലാമികമായ അനുവാദമില്ല. ഇസ്ലാം പറയുന്നത് അവനവന് അതാത് സമയങ്ങളിൽ എത്രയാണോ ആവശ്യത്തിൻ്റെ അപ്പുറത്തേക്ക് പൈസ ചെലവാക്കുന്നവൻ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. പൈസ അനാവശ്യമായി, സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയ പൈസ അനാവശ്യമായി ചെലവാക്കുന്നവൻ ശൈത്താന്റെ കൂട്ടുകാരാണെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ശൈത്താന്റെ കൂട്ടുകാരാണ് അവർ. മറ്റുള്ളവന്റെ സമ്പത്ത് അന്യായമായി അപഹരിക്കാനും എനിക്ക് അനുവാദമില്ല. ഇങ്ങനെ മൂന്നാമതായി സാമ്പത്തികമായി, അതോ എൻ്റെ സമ്പത്ത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടുന്ന സാമൂഹിക നിയമങ്ങൾ എന്താണോ അതെല്ലാം ഇസ്ലാമിക നിയമമാണ്. ഓരോരുത്തരുടെയും സമ്പത്തിൽ ഞാൻ ഇടപെടാതിരിക്കാൻ എന്തെല്ലാം സാമ്പത്തിക നിയമങ്ങൾ ആവശ്യമാണോ അതെല്ലാം ഇസ്ലാമിക നിയമമാണ്. അതുപോലെ തന്നെ ബുദ്ധി, നാലാമതായി ബുദ്ധി സംരക്ഷിക്കണം എന്ന് വെച്ചാൽ എൻ്റെ ബുദ്ധി എൻ്റെതാണ്. അതിനെ നഷ്ടപ്പെടുത്താൻ, അല്പനേരത്തേക്ക് പോലും നഷ്ടപ്പെടുത്താൻ എനിക്ക് അനുവാദമില്ല. അതുകൊണ്ട് ലഹരിയുടെ മുഴുവൻ വിഭാഗങ്ങളും ഇസ്ലാമിൽ വിലക്കപ്പെട്ടതാണ്. അന്യൻ്റെ ബുദ്ധിക്ക് നഷ്ടമുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ അനുവാദമില്ല. ഇങ്ങനെ സ്വന്തം ബുദ്ധിയും മറ്റുള്ളവരുടെ ബുദ്ധിയും സംരക്ഷിക്കപ്പെടണം. അതിനെന്താണോ വേണ്ടത് അതെല്ലാം ഇസ്ലാമിക നിയമമാണ്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യവർഗത്തെ ഞാൻ ആദരിച്ചിരിക്കുകയാണ്. ആ ആദരവിൻ്റെ ഭാഗമായി ഈ ആദരവ് ലോകത്ത് നിലനിൽക്കണം. അതുപോലെ തന്നെ മനുഷ്യൻ്റെ സന്താനങ്ങൾ, കുടുംബങ്ങൾ, ഓരോരുത്തരും അവരവരുടെ കുടുംബങ്ങൾ അതാരാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. ആരുടേതുമല്ലാത്ത മക്കൾ ലോകത്തുണ്ടാകരുത്. എല്ലാ മക്കളും അവനവൻ്റെ പിതാവിനെ തിരിച്ചറിയണം. അതിനുള്ള സംവിധാനം ഇസ്ലാമിലുണ്ട്. അവനവൻ്റെ സ്വന്തം ഉപ്പയെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നത് എന്ത് കാരണം കൊണ്ടാണോ ആ കാരണങ്ങളൊന്നും ഇസ്ലാമിൽ അനുവദനീയമല്ല. കുടുംബ സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ, അതിനോടൊപ്പം തന്നെ അഭിമാന സംരക്ഷണം, അതും ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഭിമാനം സംരക്ഷിക്കാൻ എന്തെല്ലാം നിയമങ്ങളാണോ ഉണ്ടാകേണ്ടത് ഒരു സാമൂഹിക ഘടനയിൽ, അതെല്ലാം ഇസ്ലാമിൻ്റെ നിയമമാണ്. എന്ന് വെച്ചാൽ മനുഷ്യൻ ഒരു സാധാരണ ജീവിയല്ല, അള്ളാഹുവിൻ്റെ സവിശേഷമായ സൃഷ്ടിയാണ്. മനുഷ്യൻ്റെ ശരീരത്തിന് മറ്റ് ഏത് ജീവജാലങ്ങളുടെ ശരീരത്തേക്കാൾ വിലയുണ്ട് എന്ന് ഒരു മാസമായിട്ട് കേരളീയ സമൂഹം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ ഇനി എത്ര തിരുത്താൻ ശ്രമിച്ചാലും സാധ്യമല്ല. മനുഷ്യനൊരു സാധാരണ ജന്തു മാത്രമാണ്. എല്ലാ ജന്തുവും ജീവിക്കുന്നത് പോലെ മനുഷ്യനും പ്രത്യേകിച്ചൊരു പ്രബോധനത്തിൻ്റെ പ്രവാചകൻ്റെ പ്രത്യേക
പ്രത്യേകിച്ചൊരു ധാർമ്മിക പഠനത്തിൻ്റെ, പ്രത്യേകിച്ചൊരു നൈതിക നിയമങ്ങളുടെ ആവശ്യം ഈ മനുഷ്യ സമൂഹത്തിന് ഇല്ല എന്ന വാദങ്ങൾ പൊള്ളയാണ് എന്ന് ഒരു മാസമായി ഈ നാട്ടിലെ ജനങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ തുണ്ടിനും വിലയുണ്ട്. അത് കണ്ടെത്താൻ വേണ്ടി ചെലവഴിക്കേണ്ടത് എത്ര കോടികളാണെങ്കിൽ ആ കോടികൾ ചെലവഴിച്ചും അതിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കണം. മണ്ണിൻ്റെ ഉള്ളിലായി പോയതിനെ തെരഞ്ഞു പിടിക്കാനുള്ള ശ്രമമാണ് മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം മനുഷ്യൻ സവിശേഷ സൃഷ്ടിയാണ്. അത് അള്ളാഹുവിൻ്റെ വാക്ക് പുലരുകയാണ്. ഒന്നാമതായി തിരിച്ചറിയേണ്ടത് അവിടെയാണ്. അള്ളാഹിൻ്റെ വാക്ക് പുലരുന്നു. വലക്കത് കർറംനാ ബനീ ആദം. മനുഷ്യ സമൂഹത്തിന് മറ്റ് സൃഷ്ടികളെ അപേക്ഷിച്ച് ഞാനൊരു ആദരവ് കൊടുത്തിട്ടുണ്ട്. ആ ആദരവിലൂടെ മനുഷ്യൻ ആ ആദരവിൻ്റെ ഭാഗമായി മനുഷ്യന് പല അനുഗ്രഹങ്ങളും അല്ലാഹു നൽകിയിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങളും നാം തിരിച്ചറിഞ്ഞവരാണ്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സഞ്ചാര സൗകര്യങ്ങൾ മനുഷ്യനെ പോലെ വേറെ ആർക്കുമില്ല. വിഭവങ്ങളെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള സാമർഥ്യവും ബുദ്ധിയും മനുഷ്യനെ പോലെ വേറെ ആർക്കുമില്ല. അതുപോലെ തന്നെ തിരിച്ചറിയേണ്ടുന്ന ഒന്ന്, മനുഷ്യന് അല്ലാഹു സവിശേഷമായ കഴിവ് കൊടുത്തതുപോലെ സവിശേഷമായ ജീവിത നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ പ്രത്യേക സൃഷ്ടിയാണ്. ആ ജീവിത നിയമങ്ങളിലൂടെയാണ് നാം മുമ്പോട്ട് പോകേണ്ടത്. നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഞാൻ എണ്ണി പറഞ്ഞ 5 കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസപരമായ കാര്യം, നമ്മളുടെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യം, നമ്മളുടെ ബുദ്ധിയുമായി, നമ്മളുടെ സമ്പത്തുമായി, നമ്മളുടെ അഭിമാനവുമായി, നമ്മളുടെ സന്താനങ്ങളുമായി, ഈ 5 കാര്യങ്ങളിലും ബന്ധപ്പെട്ട 5 കാര്യങ്ങളിലും ഇസ്ലാമിക നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കുന്നിടത്തും ഞാനൊരു സാധാരണയല്ല, മറ്റ് ജന്തുവിനെ പോലെ ജീവിച്ചാൽ പോരാ, എനിക്ക് എൻ്റെ റബ്ബ് തന്ന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിലൂടെയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന തിരിച്ചറിവിൻ്റെ പാഠങ്ങളാണ് മനുഷ്യൻ്റെ ശരീരത്തിന് ഈ ഒരു മാസക്കാലമായി നാം നൽകുന്ന വിലയിൽ നിന്നും തിരിച്ചറിയേണ്ടുന്ന മറ്റൊരു പാഠം. അല്ലാഹു